ഞങ്ങളുടെ അമ്പലത്തിൽ നവാഹയജ്ഞം തുടങ്ങിയല്ലോ. അപ്പോൾ വായനയുടെ 1-ാം ദിവസം ഞങ്ങൾ അമ്പലത്തേക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ വേദു അമ്പലത്തേക്ക് പോവുക എന്നാണ് കേട്ടോ പറയുന്നത്. 12:30 നേരത്താണ് ഞങ്ങൾ പോയത്. കാരണം അവൻ ആ സമയത്ത് പോയാൽ തന്നെ അവൻ ഇരിക്കുന്നില്ല. അവൻ നേരത്തെ കൊണ്ടുപോയി അവനൊരു കാര്യമില്ല, അവൻ വാശി പിടിച്ചുകൊണ്ടിരിക്കുക. അമ്മ ഒരു 10 മണി 10:30 ആകുമ്പോൾ അമ്മ അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ. അധികം തിരക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യത്തെ ദിവസമല്ലേ, അധികം തിരക്കൊന്നുമില്ല. പിന്നെ സ്കൂളുള്ള ദിവസം തിരക്കൊന്നും ഉണ്ടാവില്ല. സ്കൂളില്ലാത്ത ദിവസം ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ശനി ഞായറൊക്കെ അവിടെ സൂചി കുത്താൻ സ്ഥലം ഉണ്ടായിരിക്കില്ല. നമ്മുടെ അമ്പലങ്ങളിൽ വായന നടക്കുമ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണല്ലോ. അതുപോലെ തന്നെ അമ്പലത്തിൽ അന്നദാനം കഴിക്കാനും നമുക്ക് പ്രത്യേക പോസിറ്റീവാണ്. പിന്നെ വായനയൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങാൻ നിന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ക്യൂ നിന്നിട്ട് പ്രസാദം വാങ്ങാണേ. അപ്പോൾ വേദു അതിൻ്റെ ഇടയിൽ കുറേ അമ്മമ്മയുടെ അടുത്തേക്ക് പോവും, കുറേ എൻ്റെ അടുത്തേക്ക് വരും. അവിടെയും നിൽക്കില്ല ഇവിടെയും നിൽക്കില്ല, അങ്ങോട്ട് ചാടിക്കളിക്കും ഇങ്ങോട്ട് ചാടിക്കളിക്കും. അങ്ങനെയാണ് കേട്ടോ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അമ്മ അവനെ കൊണ്ടുപോയി കേട്ടോ. അമ്മ ആദ്യം അവനെ കൊണ്ട് പ്രസാദം വാങ്ങി. അപ്പോൾ അവിലും മലരും അതുപോലെ തന്നെ ശർക്കരയും മറ്റേ പഴമൊക്കെ ഇട്ടിട്ടുള്ള പ്രസാദമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ ഞാൻ കഴിച്ചു. അവനെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, കാരണം അത് അധികം കുതിർന്നിട്ടൊന്നും ഉണ്ടാവില്ല. അതങ്ങനെ അങ്ങോട്ട് നമ്മുടെ പ്രസാദമല്ലേ. അപ്പോൾ ഞാൻ വേഗം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോഴും വേദുവിന് ക്ഷമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവൻ അമ്പലത്തേക്ക് വരണത് തന്നെ മാമു എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ അവർ കഴിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരും പോയി അങ്ങോട്ട് നിൽക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിക്കൊരു സൗകര്യം കൊടുക്കില്ല എന്ന് പറയും, സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഇരുന്നു, പ്ലേറ്റ് വെച്ചു. ഇന്നത്തെ വിഭവങ്ങൾ നോക്കാം. അച്ചാർ നാരങ്ങ അച്ചാറായിരുന്നു. അതുപോലെ തന്നെ ഉപ്പേരി, നമ്മുടെ കായും പയറും ഇല്ലേ, ആ ഉപ്പേരി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങയും പയറും ഓല ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം, അതാണ് ഗൈസ് പറയേണ്ടത്. പപ്പടം ഒരു 1.5 പപ്പടമായിരുന്നു കേട്ടോ. വലിയ പപ്പടമായിരുന്നേ. പിന്നെ നമ്മുടെ സ്റ്റോറും നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ. സത്യത്തെ സാമ്പാറിൻ്റെ ആ മണം ഇപ്പോഴും പോയിട്ടില്ല ഗൈസ്. അത്രയും നല്ല ടേസ്റ്റും നല്ല മണമായിരുന്നു കേട്ടോ. പിന്നെ രസമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. മോരല്ല ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു. അത്രയും അങ്ങോട്ട് കഴിച്ചപ്പോൾ നമ്മുടെ വയറങ്ങോട്ട് വീർത്തു. പിന്നെ ഇനി അടുത്ത ദിവസം ഞാൻ പോകാൻ പറ്റിച്ച വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മളവിടെ വിശ്രമിക്കും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു വിശ്രമം പ്രധാനമാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഗൈസ്. അന്നത്തെ ഒരു ദിവസം നവാഹയജ്ഞത്തിൻ്റെ ദിവസം ഇത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.